Good morning. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്തുനിന്ന് ആരംഭിക്കാം. സിമ്മട്രി തന്നെ. ഓർഗാനിക് പ്രാക്ടിക്കൽസ് നിങ്ങൾ പഠിച്ചു പോകുന്നതാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് റെഗുലർ വർക്ക് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ തിയറിയും അതുപോലെ അനാലിസിസും അതിൻ്റെ സ്കീമൊക്കെ ഒന്ന് പഠിച്ച് റെഡി ആയി നമുക്ക് സ്പീഡിൽ ചെയ്യാം. ഒരു ദിവസം 2-3 സാമ്പിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇത്തവണത്തെ വർക്ക് പൂർത്തിയാവുള്ളൂ. അപ്പോൾ അത് സീരിയസ്നെസ്സിൽ എടുക്കുക, അല്ലെങ്കിൽ ആ സീരിയസ്നെസ് കളയാതെ പഠിക്കുക നിങ്ങൾ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി തിയറിയിലേക്കാണ് വരുന്നത്. ഇത് കഴിയുമ്പോഴും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ്സുകൾ ആരംഭിക്കും. അത് വലിയ ചാപ്റ്ററാണ്. അതിൻ്റെ സ്ലൈഡുകൾ ഉണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഞാൻ കുറച്ച് വൈകിക്കണേ. എന്തായാലും നമ്മൾ മോളിക്കുലാർ സിമ്മട്രി ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തി കൊടുത്ത് ഞാൻ ആരംഭിക്കുകയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഗ്രൂപ്പ് DNH ആയിരുന്നു. എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇതാണ് ലാസ്റ്റ് ടൈം നിങ്ങൾ പറഞ്ഞു വെച്ച എക്സാമ്പിൾ. ഏതാ? എഥിലീൻ D2H ആണ്, നാഫ്തലീൻ D2H ആണ്. ഇനി അതിന് കണ്ടീഷൻസ് എന്തായിരുന്നു? മോളിക്യൂൾസ് കൺഫോമിംഗ് ടു ദ ഗ്രൂപ്പ് DNH വിൽ കണ്ടെയ്ൻ എ CN ആക്സിസ്, N ഈക്വലി സ്പേസ്ഡ് C2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു CN ആക്സിസ് ആൻഡ് എ സിഗ്മ H. പിന്നെ കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ വീണ്ടും പറയുന്നില്ല. They would automatically have n number of sigma v's also. ഇപ്പം എന്നിൻ്റെ വാല്യൂ എത്രയാണോ അത്ര അനുസരിച്ച് സിഗ്മ വി ഉണ്ടാവും. ഇത്രയാണ് പറഞ്ഞു വെച്ചിരുന്നത്. ഇനി അടുത്ത എക്സാമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, D3H അടുത്തൊരു എക്സാമ്പിളാണ് ഇത്. ഏതാ സാധനം? DNH. ജനറലി DNH എന്നറിയപ്പെടുന്നു. അതിൽ എന്നിൻ്റെ വാല്യൂ, പ്രിൻസിപ്പൽ ആക്സസിന്റെ വാല്യൂ 3 ആയതിന്റെ പേരിൽ, എന്നിന്റെ വാല്യൂ 3 ആയതിന്റെ പേരിൽ ഇത് D3H ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്രൈറ്റീരിയ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. N നമ്പർ സിഗ്മ വീസ് ഉണ്ടാവണം, N നമ്പർ C2 ഉണ്ടാവണം പെർപെൻഡിക്കുലർ ടു ഏതാ പ്രിൻസിപ്പൽ ആക്സസ്, പിന്നെ ഏതാ ഒരു സിഗ്മ H വേണം അല്ലേ? N നമ്പർ സിഗ്മ വീസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നണം. ഏതാ മോളിക്യൂള്? PCl5. When n is even and greater than or equal to 4, n/2 sigma v's and n/2 sigma d's will be also be present. Further combinations of Cn and sigma H generate operations of Sn axis. മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ D4 ആണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, എൻ്റെ വാല്യൂ ലോവസ്റ്റ് വരുന്നത് 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുമ്പോൾ, ഇപ്പം 4 ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ 2 സിഗ്മ വി ഉണ്ടാവണം, പിന്നെ അതാ 2 സിഗ്മ ഡി ഉണ്ടാവണം, ഒരു S4 ആക്സിസ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പറയാവുന്നത്. ഇതൊക്കെ ഏത് നിങ്ങൾ ഇമാജിൻ ചെയ്തെന്നുള്ള. ഞാൻ മുമ്പൊരു വീഡിയോ ഒന്നും ഓർക്കുന്നില്ലേ? ഒട്ടർബീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സൈറ്റ്. ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് മോളിക്യൂൾസ് സിമ്മട്രിയിൽ കാണിച്ചു തരും 3 ഡയമെൻഷണൽ ഇമാജിനേഷൻ. ഓക്കെ, അതിൻ്റെ ലിങ്ക് അതിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാം. ഇതാണ് യൂണിവേഴ്സിറ്റിയിലെ സൈറ്റുകളുണ്ട്, റെഫറൻസ് ബുക്കുകളുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇത് ആധികാരികമായിട്ടുള്ള കാര്യം അതാണ്. Other examples are tetrachloroplatinate ion. നമ്മൾ ഈ പറഞ്ഞ പോലെ N4 ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങൾ നോക്കിക്കൊള്ളാം. അതായത് D4H, സിഗ്മ വി, അതുപോലെയുള്ള സിഗ്മ ഡി അല്ലേ? 4 മിറർ പ്ലെയിൻ വേണം. 2 സിഗ്മ ഡി, 2 സിഗ്മ വി, അങ്ങനെയാണ് പോവാം. ഒരു സിഗ്മ H ഉണ്ടാവണം, C2 ആക്സസ് പെർപെൻഡിക്കുലർ ഉണ്ടാവണം, N നമ്പർ 4 ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ള. നമുക്കടുത്ത് സൈക്ലോപെൻറ്റഡൈനൈൽ ആനയം. അതിൻ്റെ ഓർഡർ 5 ആണ്. ഓർഡർ ഉദ്ദേശിച്ചത് റൊട്ടേഷണൽ ആക്സസിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് C5 ആണ് വരിക. അതുകൊണ്ട് അത് പെർപെൻഡിക്കുലർ പ്ലെയിനും ഉണ്ട്. അതുകൊണ്ട് D5H വരും. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. ഓരോന്നും പറയാൻ നമുക്ക് നേരമില്ല. ബെൻസീൻ, അത് D6H ആണ്. ഒരു C6 ആക്സിസ്, ഒരു C3 ആക്സിസ് ഉണ്ടോ? C3 ആക്സിസ് ഉണ്ടോ? ഇല്ല. C2 ആക്സിസ് ഉണ്ടോ? ഉണ്ട്. എത്ര എണ്ണം? ഒരു 6 എണ്ണമേ പറയാം. C2 ആക്സിസ്. ഈ പ്ലെയിനുകളോ 3 N6 ആവുമ്പോൾ 3 സിഗ്മ വിയും 3 സിഗ്മ ഡിയും ഇതിനകത്തുണ്ടാവും. സിഗ്മ ഡി എന്താണെന്ന് നിങ്ങൾ ഈ ബാങ്ക് ചെയ്ത തിയറി ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ഗ്രൂപ്പ് DND ആണ് അടുത്തത്. ഫോർ മോളിക്യൂൾസ് കൺഫോമിംഗ് ടു ഗ്രൂപ്പ് DND,
the symmetry elements present would be a Cn axis. N equally spaced C2 axis perpendicular to Cn and N sigma Ts. The combination also requires the presence of a S2n axis collinear with the Cn axis. Some examples are shown below. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്ന ആലോചിക്കുക. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. Cn ആക്സിസ് ഉണ്ടാവും. Cn ആക്സിസ് മാത്രമല്ല പിന്നെന്താ S2n, എന്നിന്റെ വാല്യൂ 4 ആണെങ്കിൽ S8 ആക്സിസ് അവിടെ ഉണ്ടാവണം. ഓക്കെ, ഈ Cn ആക്സിസിന്റെ അതേ ആക്സിസിൽ S8 ആക്സിസ് ഉണ്ടാവും. S4 ആണെങ്കിൽ, അല്ല C4 ആണെങ്കിൽ S8 ആ രീതിയിൽ പോവാം. ഇനി C2 ആണെങ്കിൽ ആ രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ DND എന്ന് വിളിക്കുക. എക്സാമ്പിൾ നോക്കി, അലീൻ D2D. അലീൻ D2D. ആ ഡി എന്തിനാ കാണിക്കണേ? ഒരു ഡയഗണൽ പ്ലെയിൻ്റെ കേസാണ് ഡി വരുന്നത്. പെർപെൻഡിക്കുലർ പ്ലെയിൻ വരുമ്പോഴാണ് നമ്മൾ സിഗ്മ എച്ച് പറയുന്നത്, D3H വരുന്നത്, അല്ലെങ്കിൽ DNH കാറ്റഗറിയിൽ. ഇത് DND കാറ്റഗറിയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? DND ഡയഗണൽ പ്ലെയിൻ. അലീൻ്റെ പിന്നെ കാണിച്ചു തരാം. സ്റ്റാഗേർഡ് C2H6. സ്റ്റാഗേർഡ് എത്രയും നോക്കി, D3D ആണ്. കാരണം അതിൽ C3 ആക്സസ് ഉണ്ട്, പെർപെൻഡിക്കുലർ സിഗ്മ എച്ച് ഉണ്ടാവും, ഇല്ല ഡയഗണൽ പ്ലെയിൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിൽ വരുന്നത്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് വരും. നോക്കൂ, സ്റ്റാഗേർഡ് ഫെറോസിൻ. ഈ പെന്റഗണൽ റിങ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നു, അതുപോലെ ഈ പെന്റഗണൽ റിങ് അങ്ങോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നു. അടിവശത്തെ ഇടയ്ക്ക് അയൺ ആറ്റം. Staggered ferrocene. Then molecules of special symmetry. This MSS class includes mainly two categories of molecules: linear molecules and molecules containing multiple higher order axes. രണ്ട് തരത്തിലാണ്. MSS class includes mainly two categories of molecules: linear molecules and molecules containing multiple higher order axes. Linear molecules വരുന്നത്. സ്പെഷ്യൽ സിമ്മട്രി നമ്മളൊന്ന് HCl, H2 പോലുള്ള കേസുകളിൽ, ലീനിയർ മോളിക്യൂൾസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ വരിക. അപ്പൊ ആദ്യത്തെ ലീനിയർ മോളിക്യൂൾസ് വരുന്നത് ഗ്രൂപ്പ് D∞H ആണ്. കൺസിഡർ എ ലീനിയർ മോളിക്യൂൾ ലൈക്ക് H2, N2, CO2, etc. CO2 ട്രയാറ്റോമിക് ആണ്, ഈവൻ ദെൻ ഇറ്റ് ഈസ് ലീനിയർ മോളിക്യൂൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു ഇക്വലന്റ് ഹാഫ്സ്. ഇറ്റ് വിൽ ഹാവ് എ C∞ ആക്സിസ്. എന്തുകൊണ്ടാണ് C∞ ആക്സിസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. An infinite number of sigma v's. A sigma H axis perpendicular to the molecular axis. An infinite number of C2 axes which are perpendicular to bisectors of the C∞ axis and an I. The set of symmetry operations constitutes a point group of order infinity and is named D∞H. ഈ പറഞ്ഞ സിമ്മട്രി എലമെന്റ്സ് ഒക്കെ വളരെ വ്യക്തമല്ലേ? ഒരു C∞ ആക്സിസ് ഉണ്ടാവണം. മൗസ് പോയിന്റ് നോക്കി, ഒരു C∞ ആക്സിസ് ഉണ്ടാവണം. പിന്നെ ഏതാ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ടാവും. സിഗ്മ എച്ച് ആക്സിസ് എന്തായാലും ഉണ്ടാവും പെർപെൻഡിക്കുലർ പ്ലെയിനിൽ, മോളിക്കുലർ ആക്സിസിന്റെ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് C2 ആക്സിസ് ഉണ്ടാവും. ഒരു I ഉണ്ടാവണം. ഈ സെറ്റ് ഓഫ് സിമ്മട്രി ഓപ്പറേഷൻസ് ഉള്ള മോളിക്യൂൾസ് ഒക്കെ ഏത് ഗ്രൂപ്പിൽ വരും? D∞H വരും. ലീനിയർ മോളിക്യൂൾ എക്സാമ്പിൾസ് നോക്കിക്കോളൂ. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് N ട്രിപ്പിൾ ബോണ്ട് N. ഇതിന് ഈ ഒരു ആക്സിസിൽ C∞ ആക്സിസ് ആണ്. പിന്നെ ബാക്കി C2 ആക്സിസ്, ഇത് C2 ആക്സിസ് ആണ്. പിന്നെ ഏതാ, ഈ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ C2 ആക്സിസ് ആണ്. ഇതിപ്പോ രണ്ടും ഞാൻ ലെജിബിൾ ആയിട്ട് പറഞ്ഞത് മാത്രം വ്യക്തമായിട്ടുള്ളത്. പിന്നെ ഓരോ എന്താ പറയാ ഇൻഫിനിറ്റ് ഓരോ സെക്കൻഡോ മൈക്രോ സെക്കൻഡോ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും വേറെ വേറെ കോൺഫിഗറേഷനാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് ഉണ്ടാവും. അപ്പൊ മാറി മാറി ഒരുപാട് ഇൻഫിനിറ്റ് C2 വീസ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ ഇതുപോലെ തന്നെ നോക്കിയേ, ഒരു സെൻട്രൽ പ്ലെയിൻ, ഇതിനുണ്ടാവും സെൻട്രൽ പ്ലെയിൻ, ഇതിനുണ്ടാവും സെൻട്രൽ പ്ലെയിൻ, സിഗ്മ എച്ച് എന്ന് പറയുന്നത്. C∞ ആക്സിസ് എന്താ പറയാ ഇൻഫിനിറ്റ് നമ്പർ C2 ആക്സിസുകൾ, പിന്നെ C2 വീസ്, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം ഒരുപാട് സിമ്മട്രി ഉള്ളതാണ്. D∞H. ഓക്കെ, ഈ D സ്റ്റാൻഡ്സ് ഫോർ ഏതാ, അത് പോയിന്റ് ഗ്രൂപ്പിന്റെ ക്ലാസിഫിക്കേഷനാണ്.
ഈ എച്ച് എന്തിനാ? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ്. ഈ ഗ്രൂപ്പ് സി ഇൻഫിനിറ്റ് വി ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ. ബാക്കി എല്ലാ കണ്ടീഷൻസും നമ്മൾ ഡി ഇൻഫിനിറ്റ് എച്ചിൽ സാറ്റിസ്ഫൈ ചെയ്ത ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഏതാ? പെർപെൻഡിക്കുലർ പ്ലെയിൻ ഇല്ല. പക്ഷെ മനസ്സിലായോ? അതായത് N2CO2 പോലുള്ള മോളിക്യൂളിന് ഒരു പ്ലെയിൻ ഉണ്ട്, രണ്ട് മോളിക്യൂൾ രണ്ട് ഹാഫ് ആക്കുന്നത്. HCl ഒരു പോലുള്ള മോളിക്യൂള് അല്ലെങ്കിൽ അതുപോലുള്ള മോളിക്യൂൾസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. HCN പോലുള്ള മോളിക്യൂള്, ഇത് HCl പോലുള്ള മോളിക്യൂള്, ഇതിനൊരു പ്ലെയിൻ ഉണ്ടാവില്ല. ബാക്കി എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സി ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് ആക്സിസ് ഉണ്ടല്ലോ, സി ഇൻഫിനിറ്റ് ആക്സിസ് ഉണ്ടാവുമല്ലോ, സി ഇൻഫിനിറ്റ് വി. അപ്പൊ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചേക്കാം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഈ മോളിക്യൂൾസ് containing multiple higher order axes. There are several molecules which contain more than one higher order CN axis, n greater than 2. ഇവിടെ സിംപിൾ ഇട്ടത് മാറിപ്പോയതാണ്, n greater than 2 ആണ് ഇവിടെ. സോറി, കറക്ഷൻ അർത്ഥം മറന്നുപോയി. These have geometries which are regular polyhedra having faces perpendicular to the higher order axis. A total of 7 point groups are possible on the basis of these regular geometries. മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അതിനെ പല തരത്തിൽ വരുത്താം. ഏത് തരത്തിൽ വരുന്ന പറയുന്നത് 7 കാറ്റഗറിയിൽ 7 പോയിന്റ് ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ പറ്റും. The 3 tetrahedral point groups T, TD, TH. ചില സിമെട്രികൾ കൂടുമ്പോഴാണ് നമ്മൾ ടിയിൽ നിന്ന് ടി ഡിയിലേക്കും ടി ഡിയിൽ നിന്ന് ടി എച്ചിലേക്കും ഒക്കെ മാറുന്നത്. 1-2 എക്സാമ്പിൾസ് കാണാനുണ്ട്, എല്ലാം ഇല്ല. അപ്പൊ അത് 3. The 2 octahedral point groups O and OH. H ഒക്കെ എന്താ? പെർപെൻഡിക്കുലർ പ്ലെയിൻ ഉള്ള കേസിലാണ് വരുന്നത്. And 2 icosahedral point groups I and IH. T stands for tetrahedral, O stands for octahedral, I stands for icosahedral. എന്താ ഇക്കോസാഹീഡ്രൻ? 20 കോർണറുള്ള ഒരു ജോമെട്രിക്കൽ ഈക്വൽ സൈഡുകളും കോർണറുകളുള്ള ഒരു ഫോമാണ് ടെട്രാഹീഡ്രൻ എന്ന് നിങ്ങൾക്കറിയാം. 4 സൈഡും 4 കോർണറുള്ള ഒരു ജോമെട്രിക്കൽ ഫോമാണ് ടെട്രാ. അതുപോലെ ഇക്കോസ് എന്നുള്ള വാക്ക് 20 കാണിക്കുന്നതാണ്, 20. 20 sides as well as 20 apexes or 20 corners. Such a geometrical entity is known as icosahedral. ഇക്കോസാഹീഡ്രൽ ഗ്രൂപ്പുകളാണ് I and IH. H ഒരു എന്താ പറയുക, പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു മിറർ പ്ലെയിനെ കാണിക്കുന്നതാണ്. സിഗ്മ Hനെ കാണിക്കുന്നതാണ് H ഒക്കെ. ഇതിലൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ അപ്പോൾ 7 3 ടെട്രാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പുകൾ, 2 ഒക്ടാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പുകൾ, 2 ഇക്കോസാഹൈഡ്രൽ പോയിന്റ് ഗ്രൂപ്പുകൾ. അപ്പോൾ 2 × 4 3 7. അപ്പോൾ അതിൽ ആദ്യത്തെ ടി നമുക്ക് കാണാനില്ല, ഗ്രൂപ്പ് TD ആണ് നമുക്കുള്ളത്. The molecules belong to this class contain 4 C3 axes, 3 S4 axes, which are also C2 axes, and 6 sigma D. Example, tetrahedral ആയിട്ടുള്ള molecules CCl4, CH4, etc. നോക്കൂ, അതിന് ഞാൻ ക്യൂബിക്കൽ ഷേപ്പിൽ ഒരു മെത്തൈൻ മോളിക്യൂളിനെയോ CCl4 മോളിക്യൂളിനെയോ ഒരു ടെട്രാഹൈഡ്രൽ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നിക്കൽ കാർബോണിൽ NiCO4 എന്ന് പറയുന്ന മോളിക്യൂളുണ്ട്, അതും ഇത് കാറ്റഗറിയിൽ വരിക. ഇത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആക്സസുകൾ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിൻ്റെ വാല്യൂ എത്രയാവണം? 2 കൂടുതലുള്ള കേസാവണം. ഇത് 2 കൂടുതൽ വരുന്നത് C2 ആക്സസ് ആണ് ഇത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോളാം എത്ര ആക്സസ് ഉണ്ട്. ഇതിലേതാ 4 C3 ആക്സസ് ഏതാ? ഈ ഒരു കാർബണും ഒരു ഹൈഡ്രജനും CH4 ആണെങ്കിൽ അതിലെ ഒരു ആക്സസ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ C3 ആക്സസ് ആണ്. അതുപോലെ 4 ബോണ്ടുകൾ ഉണ്ട്, അതുകൊണ്ട് 4 C3 ആക്സസ് ഉണ്ടാവും. ഇനി 4 S4 ആക്സസ് ഉണ്ടാവും. എങ്ങനെയാ S4 ആക്സസ്? എങ്ങനെയാ? ഒരു C2 ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ആണോ? അല്ല, ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ നടത്തും. അതായത് π/4 ആംഗിള് അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് പെർപെൻഡിക്കുലർ പ്ലെയിൻ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഐഡന്റിക്കൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ S4 എന്ന് വിളിക്കുക. അതുപോലെ C2 ആക്സസ്, ഈ S4 ആക്സസ് C2 ആക്സസ് ഉണ്ടാവും. കോളിനിയർ എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ സ്ലൈഡിൽ? അതിന് 6 സിഗ്മ ഡി ഉണ്ടാവും, 6 സിഗ്മ ഡീസ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇത് മോളിക്യൂൾ കൊണ്ടുവന്ന് പറഞ്ഞു തരണം. ഇപ്പം ഇങ്ങനെ വെച്ച് നിങ്ങൾ പറഞ്ഞു തരാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട്
തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം. അതിൻ്റെ സിമ്മട്രി നിങ്ങളിന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഞാൻ അസൈൻമെൻറ്റിൽ തരുന്നില്ല, അവസാനം എല്ലാം കൂടി ഒരു അസൈൻമെൻറ്റ് തരാം. ഇനി അടുത്ത് ഗ്രൂപ്പ് OH ആണ്. They contain the following symmetry elements: 3 C4 axes, each passing through opposite apexes, which are also S4 axes. 4 C3 axes, each passing through the centers of pair of opposite triangular faces, which are also S6 axes. 6 C2 axes, which bisects opposite edges. 3 sigma H's, which pass through 4 of the 6 apices. 6 sigma D's, which pass through 2 apices and bisect opposite edges, and an I. 6 കാറ്റഗറി സിമെട്രി എലമെന്റ്സ് ആണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ സിമെട്രി എലമെന്റ്സ് ഉള്ള ഒരു കാറ്റഗറി ഉള്ള, അതുകൊണ്ടാണ് ഹൈ സിമെട്രി, മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന എക്സാമ്പിളിലേക്ക് വന്നത് OH. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഈ മോളിക്യൂള് ഏതാ? SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ മോളിക്യൂൾ, സൾഫർ സെൻട്രൽ ഇത്. അപ്പം ഇതിന് ഏതായിരിക്കും പ്രിൻസിപ്പൽ ആക്സസ്? ഈ ഒരു ആക്സസിനെ പ്രിൻസിപ്പൽ ആക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലേ എല്ലാ ബോണ്ടുകളും ഈക്വൽ ആണ്. ഇതിനെ ഞാൻ പ്രിൻസിപ്പൽ ആക്സസ് എടുത്താൽ 4 അടുത്തെണ്ണം ഒരു പ്ലെയിനിൽ നിൽക്കും, 2 ആക്സിലായിരിക്കും. ഇനി ഇതാണ് കാണാൻ എളുപ്പം. ഇതാ ഈ 2 സൾഫർ ഫ്ലൂറിൻ ബോണ്ടുകളെ പ്രിൻസിപ്പൽ ആക്സസ് ആയിട്ട് എടുത്താൽ ഇത് ഒരു പ്ലെയിനിലായിരിക്കും. ഞാൻ ആ പ്ലെയിൻ വരച്ച് കാണിക്കണം. ഓക്കെ, മൗസ് പോയിന്റ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അതിന് ഏത് ആക്സസ് ഉണ്ട്? മറക്കരുത്, C4 ആക്സസ് ആണ് അതുള്ളത്. ഈ C4 ആക്സസിനനുസരിച്ച് നമുക്ക് ഈ S6 ആക്സസുകളൊക്കെ വരും. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ കാര്യങ്ങൾ ഓർത്ത് നോക്കി. 3 C4 ആക്സസ് ഉണ്ട്. ഏതാ 3 C4 ആക്സസ്? ഇതൊരു C4 ആക്സസ് ആയിരിക്കാം, ഇതൊരു C4 ആക്സസ് ആയിരിക്കാം, ഇതൊരു C4 ആക്സസ് ആയിരിക്കാം. ശരിയല്ലേ? 3 C4 ആക്സസ്. ഇനി 4 C3 ആക്സസ്, 4 C3 ആക്സസ്, each passing through the centers of pair of opposite triangular faces. C3 axis, each passing through the centers of pair of opposite triangular faces. അപ്പോൾ ഏതാ ട്രയാങ്കുലർ ഫേസ്? നോക്കൂ, ഇതിനെ ഞാനൊരു സ്ക്വയർ പ്ലാനർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ ഫേസ് ആണ്, ഇതൊരു ട്രയാങ്കുലർ ഫേസ് ആണ്. ശരിയല്ലേ? ഇതിലെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല ഉദ്ദേശിക്കണേ, ഇതിന്റെ ആ എന്താ പറയാ, നോക്കൂ, ഈ കോർണർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് കിട്ടും. ഒക്ടാഹൈഡ്രന്റെ ഒരു സൈഡ്. ഒക്ടാഹൈഡ്രൻ എന്ന് പറയാനുള്ള കാരണം എന്താ? 8 കോർണറുകളും 8 സൈഡും ഉണ്ടാവും. അതിലെ ഒരു ട്രയാങ്കുലർ ഫേസ് ആണ് ഇത്. ഇവിടെ ഈ ഫ്ലൂറിനാറ്റത്തിൽ നിന്ന് ഇവിടേക്ക്, ഈ ഫ്ലൂറിനാറ്റത്തിൽ നിന്ന് ഇവിടേക്ക്, ഈ ഫ്ലൂറിനാറ്റത്തിൽ നിന്ന് ഇവിടേക്ക്, അങ്ങനെ ഓരോ സൈഡിലും 6 സൈഡ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താ? സെന്റേഴ്സ് ഓഫ് പെയർ ഓഫ് ഓപ്പോസിറ്റ് ട്രയാങ്കുലർ ഫേസസ് അല്ലേ? അതായത് ഈ ട്രയാങ്കുലർ, അത് മോഡൽ വെച്ച് കാണിക്കണം, നിങ്ങൾ ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. ഈ ട്രയാങ്കുലർ ഫേസിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ട്രയാങ്കുലർ ഫേസിന്റെ സെന്ററിലേക്ക് ഏകദേശം ഈ വഴിക്ക് പോകുന്നത്, അത് C3 ആക്സസ് ആയിട്ട് വരും. അത് മോളിക്യൂൾ കണ്ടാലേ അല്ലെങ്കിൽ കാണിച്ചാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡയഗ്രത്തിൽ അത് വ്യക്തമല്ല. എനിവേ ഞാൻ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നില്ല. അതുപോലെ 6 C2 ആക്സസ് ഉണ്ടാവും. ഏതൊക്കെന്ന് അറിയാലോ? ഓരോ കോർണറിൽ കൂടെ പാസ് ചെയ്യുന്നതും C2 ആക്സസുകളാണ്. അത് മാത്രമല്ല 6 വരണ്ടേ, അത് 4 വരുള്ളൂ. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന C2 ആക്സസ് ആയിരിക്കും. 3 ഈ എഡ്ജ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന 3 ഉണ്ടാവും അല്ലേ? കോർണറിൽ കൂടെ പാസ് ചെയ്യുന്ന 3 ഉണ്ടാവും. അങ്ങനെ 6. 3 സിഗ്മ എച്ചുകൾ. ഏതാ? പ്രിൻസിപ്പൽ പ്ലെയിൻ 3 ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ് സിഗ്മ എച്ച്. 6 സിഗ്മ ഡി. എന്താ സിഗ്മ ഡി? ഡയഗണൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഡൈഹീഡ്രൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അഡ്ജസന്റ് ആയിട്ട് 2 C2 ആക്സസും തമ്മിൽ ഇടയ്ക്ക് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനാണ് ഈ സിഗ്മ ഡി. ഇത് ഇങ്ങനെ എന്താ പറയാ, ഒരു ത്രികോണമിതി ഇമാജിനേഷൻ എന്റെ കേസാണ്. മോഡൽ കാണിച്ചെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഡയഗ്രം കാണിച്ചുകൊണ്ട് വ്യക്തമാവില്ല.
അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം, കാരണം അത് വെള്ളത്തിൽ വരച്ച് വരെയെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ഒട്ടർബീൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോവുക, ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ സിമ്മട്രി എലമെൻറ്റ്സ് ഒക്കെ അവർ എണ്ണി കാണിച്ചു തരും. അതിനൊരു അനിമേഷൻ ഉണ്ട് അതിനവർക്ക്. ആൻഡ് ഐ ഒരു സെൻറ്റർ ഓഫ് സിമ്മട്രി അതിനകത്ത് പോലെ അറിയാലോ അല്ലേ. ഇനി ഒരു മോളിക്യൂൾ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എങ്ങനെ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഒരു 3-4 മോളിക്യൂൾസ് വരും, അതിൻ്റെ ഓരോന്നിൻ്റെയും പോയിന്റ് ഗ്രൂപ്പ് എഴുതാൻ പറയും. D3H ആണോ, C3V ആണോ, C∞V ആണോ, D∞H ആണോ, ആ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ഫ്ലോ ചാർട്ടാണ് ഇത്. ഫ്ലോ ചാർട്ട് കാണുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ ഇത് പഠിക്കാൻ അത്ര ഈസി ഒന്നല്ല. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, എക്സ്പ്ലനേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നു. ഈ ഡയഗ്രത്തിൽ ആദ്യം മോളിക്യൂൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങണേ. മോളിക്യൂൾ ആദ്യം നോക്കുന്നത് വെദർ ഇറ്റ് ഈസ് ലീനിയർ ഓർ നോട്ട്. ലീനിയർ ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സെൻറ്റർ ഓഫ് സിമ്മട്രി ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ അത് C∞V ആയിരിക്കും, ഉണ്ടെങ്കിൽ അത് D∞H ആയിരിക്കും. ലീനിയർ അല്ലെങ്കിൽ ഞാൻ ഈ ലൈൻ വഴി പോരും. ഇവിടെ വരുമ്പോൾ 2 or more CN ആക്സസ് ഉണ്ടോ നോക്കും. N greater than 2 ആണോ നോക്കും. അതുണ്ടെങ്കിൽ നമ്മുടെ ഈ വലിയ സിമ്മട്രികൾ, കൂടുതൽ സിമ്മട്രി നമ്മൾ ഒടുവിൽ പറഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സെൻറ്റർ ഓഫ് സിമ്മട്രി ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് C5 ആണോ നോക്കും. C5 അല്ലെങ്കിൽ അത് ഒക്ടാഹെഡ്രലായിരിക്കും. C5 ഉണ്ടെങ്കിൽ IH ആയിരിക്കും. ആ രീതിയിൽ. അല്ലെങ്കിൽ നോക്കി TD ഇതിലേക്ക് വരും. TD. ഇനി ഇവിടെ N greater than 2 or more CN ആക്സസ് N greater than 2 ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത മോളിക്യൂൾസിൽ കിടക്കും. ഈ രീതിയിലാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് ഒരു 4 മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പ് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് 2 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ആ 2 മാർക്കിന് നിങ്ങളിത് പഠിച്ച് മുഴുവൻ പോയി ഇത് അനലൈസ് ചെയ്ത് വരും. പലപ്പോഴും തെറ്റ് പറ്റാറ പതിവ്. എല്ലാ സിമ്മട്രി എലമെന്റ്സും നിങ്ങൾ ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പൊ എന്താ സൊല്യൂഷൻ? ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. എന്താ സൊല്യൂഷൻ? ഇതാണ്. ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കുറെ മോളിക്യൂൾസ് ഉണ്ട്, അത് വിട്ട് ചോദിക്കാറില്ല. അപ്പൊ ആ മോളിക്യൂൾസിന്റെ സിമിലർ സ്ട്രക്ചറുള്ള ഏതെങ്കിലും മോളിക്യൂൾ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ അത് തന്നെയോ അത് അതെ. അപ്പൊ നിങ്ങൾക്ക് അത് തന്നെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാം ഇന്ന ഗ്രൂപ്പാണെന്ന്. അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ഗിവൺ മോളിക്യൂളിനെ നമുക്ക് പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ആയിട്ട് മാച്ച് ആവും. ആ മാച്ച് ആവുന്നതിന്റെ പോയിന്റ് ഗ്രൂപ്പ് നമുക്കറിയാലോ. സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ഉണ്ട്, പക്ഷെ മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ SF6ന്റെ ഷേപ്പുള്ള മോളിക്യൂള് ഒരെണ്ണമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിന്റെ സിമ്മട്രി പോയിന്റ് ഗ്രൂപ്പ് ഏതായിരിക്കും? ഓർക്കണ്ട, OH. ആ രീതിയിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നില്ല. ഇനി അടുത്ത സ്ലൈഡുകളിൽ എങ്ങനെ അത് പോയിന്റ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിക്കണേ കുറച്ചുണ്ട്. എന്തായാലും ഞാൻ ഇതിനോട് പറയുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് പഠിച്ച് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ തെറ്റിപ്പോകാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതിനും എളുപ്പം എന്താ, ഒരു ഗിവൺ മോളിക്യൂള് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് പോയിന്റ് ഗ്രൂപ്പായിട്ടാണ് സിമിലാരിറ്റി വരുന്നത്. അതിലുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, ഒരുപാട് എക്സാമ്പിൾസ്. എനിക്ക് തോന്നുന്നു ഒരു 10, 25, 24 എക്സാമ്പിൾസ് കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു, പലതായിട്ട്. അപ്പൊ ഈ മോളിക്യൂളായിട്ട് ഏതായിരുന്നു സിമിലാരിറ്റി ഉള്ളത്, അതിന്റെ പോയിന്റ് ഗ്രൂപ്പാണ് ഉറപ്പായിരിക്കും, ആ പോയിന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ഞാനത് വിടുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. One of the important conditions for a set of elements to form a group is the closure rule, according to which the product of any 2 elements in the group as well as the square of each element must be an element of the group. Closure rule നമ്മളൊന്ന് പറഞ്ഞിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മാത്രം, അതിപ്പോൾ ഇവിടെ വലിയ വിഷയമല്ല. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. For any finite group of order H, the products of possible H² binary multiplication operations of the group elements can be conveniently presented in the form of a table. Such a table is known as group multiplication table or GMT. GMT എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രീൻവിച്ച് മീൻ ടൈം എന്നുള്ളൊരു സെൻസും കൂടി ഉണ്ട്. അത് ടൈമായിട്ട് ബന്ധപ്പെട്ട കേസിൽ പൊസിഷൻ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട GMT എന്ന് പറയുമ്പോൾ ടൈമാണ്. ഇവിടെ സിമ്മട്രി പറയുമ്പോൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ റെലവൻസ് അനുസരിച്ചാണ് എഴുതേണ്ടത്. ഒരു ആക്സെപ്റ്റഡ് സിമ്പിൾ ഒന്നും അല്ല, നൊട്ടേഷൻ ഒന്നും അല്ല, നമ്മൾ പറയുന്നത് മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് മെന്റ് ബൈ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്?
The total number of symmetry elements corresponding to given molecule is known as the order H. So, according to closure rule, how many products are possible for such a molecule? If it is order H square binary operations will be there. H square. Okay. ആ H square ഓപ്പറേഷൻസിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ വിച്ച് മീൻ പറയാൻ പോയതാണ് എന്താ പറയാ ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ, GMT എന്ന് പറയുമ്പോൾ ഇപ്പോൾ തെറ്റിദ്ധരിക്കും. ഇവിടെ ഉദ്ദേശിച്ചത് ഏതാ? ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇനി അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണുന്നത് കഴിഞ്ഞു പോകും. The GMT of a group of order H consists of H rows and H columns. H row ഉണ്ടാവും, H column ഉണ്ടാവും, with an additional label row at the left side. ടോപ്പിലും ഉണ്ടാവും അതുപോലെ, അത് നമുക്ക് കാണാം. Conventionally, E is written first and the multiplication is considered in the order element at the top of a column multiplied by element at the side of the row. അതായത് ടോപ്പിലുള്ളത് ലെഫ്റ്റിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? BA sometimes it will be commutative. AB equal to BA. Also it may not be commutative. In some cases it will obey commutative law. In majority of the cases it may not obey commutative law. So the order for which multiplication that you have to do is, see, from the top you have to select one operation and to the left. Okay, അപ്പോൾ ആദ്യം നടത്തുന്ന ഓപ്പറേഷൻ ഏതാ? ടോപ്പിലെ ലെഫ്റ്റിലെ. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി. ഗ്രൂപ്പ് വരച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവും. നോക്കാം. ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് entry at the point of intersection of the given column and the given row would indicate the product of the multiplication under consideration. Okay, the entry at the point of intersection of the given column and the given row would indicate the product of the multiplication under consideration. ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തൽക്കാലം ഇത് ഓർക്കാം. The first row duplicates the label row at the top and the first column duplicates the label column on the left side. അപ്പോൾ മുകളിലും ലേബൽ കോളം ഉണ്ടാവും, സൈഡിലും ലേബൽ കോളം ഉണ്ടാവും. Each of the group elements appears once and only once in each row and each column in a group multiplication table. ഓരോ എലമെന്റും ഈ ടോപ്പ് റോയിലായാലും ലേബൽ കോളത്തിൽ ഒരു സൈഡിൽ ലേബിലായാലും ഒറ്റ പ്രാവശ്യം വരാൻ പാടുള്ളൂ. Neither can any two rows be identical nor can any two columns. ഒരു രണ്ട് റോയോ രണ്ട് കോളങ്ങളോ ഒരുപോലെ വരാൻ പാടില്ല. Any row or column thus represents a specific rearranged list of the group elements with respect to any other row or column of the multiplication table. This is known as rearrangement theorem about group multiplication table. അതായത് ഒരു കോളം നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ അതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു കോളം റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, എനി റോ ഓർ കോളം thus represents a specific rearranged list of group elements with respect to any other row or column of the multiplication table. Okay, this is known as rearrangement theorem about group multiplication. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ടൈമാണ്. അത് ഹയർ ലെവലിലേക്കാണ് അത്യാവശ്യമുള്ള ഈ ഗ്രൂപ്പ് റീഅറേഞ്ച്മെന്റ് തിയറം. തൽക്കാലം ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ പോയിന്റ് ഗ്രൂപ്പ് C2B. നോക്കൂ, in order to construct a group multiplication table for C2B point group, let us consider the symmetry operations that can be performed on a water molecule which belongs to the group. Imagine the molecule in the YZ plane and such that its C2 axis coincides with the Z axis. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആക്സിസുകളൊക്കെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അസോസിയേറ്റഡ് സിമെട്രി, വാട്ടർ മോളിക്യൂൾ സിമെട്രി ഓപ്പറേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഈ ക്ലോഷർ റൂള്, ഐഡന്റിറ്റി റൂള്, ഇൻവേഴ്സ് റൂള്, അങ്ങനെയുള്ള 4 റൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അസോസിയേറ്റീവ് റൂൾ, അങ്ങനെ 4 റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച സിമെട്രി എലമെന്റ്സ് തന്നെ ഏതൊക്കെയായിരുന്നു? ഈ C2 സെറ്റ്, സിഗ്മ വി എക്സ് സെറ്റ്, സിഗ്മ ഡാഷ് വി വൈ സെറ്റ്. അത് ഞാൻ ഓർഡറിൽ എഴുതുകയാണ്. ഓക്കെ, ഇതിനെ ടോപ്പിലെ ലേബൽ കോളം എന്ന് പറയാം. ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഓക്കെ, മുകളിൽ അതേ ഓർഡറിൽ പോണേ നോക്കി. അതെ,
അപ്പോൾ ഇത് C2V, ഈ C2V എന്ന് പറഞ്ഞാൽ പോയിന്റ് ഗ്രൂപ്പ് ആയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇത് ഇവിടെ വന്നു, ഈ ഇവിടെ വന്നു. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇവിടെ നിന്ന് E ആൻഡ് E ക്രോസ് E അല്ലെങ്കിൽ E.E. ഇവിടെ വെക്ടറിന്റെ സാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് മതി. E.E ഏതാ? E തന്നെയായിരിക്കും. ഇനി അടുത്ത നോക്കി E.C2Z. E.C2Z അത് C2Z മനസ്സിലായിക്കാണ് ഞാൻ മൗസ് പോയിന്റ് കൊണ്ട് മനസ്സിലായി. അത് നമ്മൾ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞത്. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ, കമ്പൈൻഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്, മൾട്ടിപ്ലൈഡ് എലമെന്റ്സ്, ബൈനറി ഓപ്പറേഷന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഏതാ? ടോപ്പിലെ ഒരു എലമെന്റും ഈ ലെഫ്റ്റ് സൈഡിലെ ലേബൽ കോളത്തിലെ ഒരു എലമെന്റും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിലെ എലമെന്റ് ആണ് അതിന്റെ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ E.C2Z എന്ന് പറയുന്നത് C2Z. E.σVXZ എന്ന് പറയുന്നത് σVXZ. ഇപ്പൊ മനസ്സിലായി കാണാൻ ഞാൻ വിചാരിക്കും. അപ്പൊ അതുപോലെ നോക്കൂ, C2Z ആണ് ഇവിടുത്തെ അടുത്ത എലമെന്റ്. C2Z E എന്ന് പറയുന്നത് C2Z തന്നെയാണ്. C2Z ഈ എലമെന്റ് ഏതാ? C2Z രണ്ടു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുന്നതാ. C2Z.C2Z അത് E ആണ് വരിക. മനസ്സിലായി? ഇതുപോലെ ഓരോ എലമെന്റും. അപ്പൊ ടോട്ടല് എത്ര ബൈനറി എലമെന്റ് ഉണ്ടാവും നോക്കൂ, 4 ഇതിന്റെ ഓർഡർ. അപ്പൊ 16 4 സ്ക്വയർ സിമെട്രി എലമെന്റ്സ് ഉണ്ടാവും. സിമെട്രി ഓപ്പറേഷൻസ് പോസിബിൾ, ബൈനറി ഓപ്പറേഷൻസ് പോസിബിൾ. 4 സ്ക്വയർ, ഇവിടെ 4 ഇവിടെ 4. ടോട്ടൽ വരുമ്പോൾ 16 എലമെന്റ്സ്. ഗോട്ട് ഐഡിയ? ഇനി അങ്ങനെയുള്ള മോളിക്യൂൾസ് C2V ഉള്ള ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ള മോളിക്യൂൾസ് ഇതൊക്കെയാണ് H2S, തയോഫീൻ, ഫ്യൂറാൻ, പിറോൾ, ക്ലോറോബെൻസീൻ എക്സെട്ര ബിലോങ് ടു ദിസ് പോയിന്റ് ഗ്രൂപ്പ്. ഒരുപക്ഷെ പരീക്ഷയോട് ചോദിക്കുന്നതാണ് ഏതാ? ഫ്യൂറാൻ മോളിക്യൂളിന്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് എഴുതണം? C2V മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. എങ്ങനെ കൺസിഡർ ചെയ്ത് മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ തൊട്ടും പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി. The entry at the point of intersection of the given column and given row would indicate the product of the multiplication under consideration. ഒരു മുകളിലെ റോയിലും ഒരു കോളവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മാറി, മുകളിലെ കോളം ലെഫ്റ്റിലെ റോ, ലെഫ്റ്റിൽ നിന്ന് വരുന്നത്, ഇവ തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ആ ബൈനറി ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് കാണിക്കുന്ന ബൈനറി ഓപ്പറേഷൻ. അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. The first row duplicates the label row at the top and the first column duplicates the label column on the left. മുകളിലെയും താഴെ ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെയും ഏതാ? ലേബൽ റോകളാണ് കാണിക്കുന്നത്. Each of the group elements appears once and only once in each row and each column in the group multiplication table. ആ റോയില് ഓരോ എലമെന്റും ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നില്ലേ? മുകളിലെ ലേബൽ റോയില്, ലെഫ്റ്റിലെ ലേബൽ റോ, മനസ്സിലായി? കോളം ലേബൽ റോ. മുകളിലുള്ളത് റോ ലേബൽ അല്ലെങ്കിൽ കോളം ലേബൽസ് ആണ് മുകളിൽ കാണിക്കുക. ലെഫ്റ്റിലുള്ളത് ഏതാ? റോ ലേബൽസാ. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അപ്പൊ നമ്മൾ തെറ്റിപ്പോകും. മനസ്സിലായി? അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ പറയുന്നത് ഇതുപോലെയാണ്. അടുത്തൊന്ന് നെയ്തർ ക്യാൻ, ഇതൊക്കെ നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങളൊന്ന് പോസ് ചെയ്തൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളാം. C2V ഏതൊക്കെ സിമെട്രി എലിമെന്റ്സ് ആണ് നോക്കണം, അത് ഓർഡറിൽ ഇങ്ങനെ എഴുതണു, ലെഫ്റ്റിലും ഇങ്ങനെ എഴുതണു, എന്നിട്ട് അതിനെ ഒരു ടേബിൾ ആക്കി ഫോമിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്ര വെച്ച് ഞാൻ അവസാനിപ്പിക്കാന്ന് വിചാരിക്കണ പോരെ. ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഒരു 5 മാർക്കോ 6 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, അത് ഒന്ന് സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിച്ചേക്കണം. ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ സിമെട്രി ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ബുദ്ധിമുട്ടായി വരുന്നുകൊണ്ടിരിക്കും. കഴിയണം. ഇനിയൊരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ടെസ്റ്റ്, ഒരു ക്വിസ് മോഡലിൻ്റെ ടെസ്റ്റ് ഞാൻ തരും. ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ആഴ്ചക്ക് ഞാൻ ക്വിസ് തരും. അത് 1 മണിക്കൂറേ സമയം നിങ്ങൾക്ക് തരുള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ച്. കാരണം ഒരു 20 ക്വസ്റ്റ്യൻ ഇട്ടുണ്ടാവും. ഓരോരുത്തർക്ക് റാൻഡം ഓർഡറിലാണ് കിട്ടുക. അത് കോപ്പി അടിക്കാമെന്ന് വിചാരിക്കരുത്. അതിൽ പലതരം ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, പലതരത്തിൽ. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്ത് ബൈ ഹാർട്ട്. ഇപ്പം നിങ്ങൾ പുസ്തകം നോക്കേണ്ടത് എഴുതുന്നൊന്നും നമുക്കറിയില്ല. അപ്പം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പുസ്തകം നോക്കി എഴുതാൻ പറ്റാത്ത ടൈപ്പ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവുക.
അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത ആഴ്ച ഉണ്ടാവുന്നുള്ള ധാരണയിൽ ഇരുന്നുള്ള അത് നമ്മൾ അസൈൻമെന്റ് മാർക്കായിട്ട് എടുക്കുകയും ചെയ്യും. നമുക്ക് അസൈൻമെന്റ് ഓരോ മാസത്തിൽ ഒരു അസൈൻമെന്റ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കണേ ഓരോ ടീച്ചർമാരെടുക്കും. ബെസ്റ്റ് നോക്കി നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് മാർക്ക് സ്കോർ പ്രത്യേക സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെ സ്കോർ നഷ്ടപ്പെടാതിരിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പിന്നെ ഒരു റീഅറേഞ്ച്മെന്റ് തിയറം എന്ന് പറയുന്ന വേറൊരു തിയറവും. റീഅറേഞ്ച്മെന്റ് തിയറം എന്നല്ല അതിനെ പറയണേ. എനിവേ നമുക്ക് കാണാം, ഞാൻ പെട്ടെന്ന് അതിൻ്റെ പേര് വിട്ടുപോയി. ഓക്കെ, അത് നന്നായിട്ട് വായിച്ച് നോക്കുക, പഠിക്കുക. ഒപ്പം നമ്മുടെ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ ഓരോ ദിവസം നിങ്ങൾ പഠിച്ച് നോക്കണം, കെമിസ്ട്രി എഴുതി നോക്കണം. അതിൻ്റെ സ്ട്രക്ചറുകളെല്ലാം ഒരു പക്ഷേ ഒരേപോലെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പരീക്ഷയിൽ സ്ട്രക്ചർ വരയ്ക്കണം, പേരും എഴുതണം ഓരോ കെമിസ്ട്രിയുടെയും. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എങ്ങാനും നിങ്ങളുടെ സ്ട്രക്ചർ തെറ്റിയാലും പേരുകൾ കറക്റ്റ് ആണെങ്കിൽ ഏകദേശം സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഈ സ്ട്രക്ചർ മാത്രമായാലും ഫുൾ മാർക്ക് കിട്ടും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പേര് മാത്രമാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ രണ്ടും കൂടി പഠിക്കേണ്ടി വരും. മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഒന്നിച്ച് നമുക്ക് ഇതിനെ നേരിടാം. ക്ലാസ്സുകൾ നടക്കാൻ പറ്റാത്ത. ഒപ്പം നിങ്ങളുടെ സഹകരണമാണ് ഇതിൻ്റെ വിജയം. വർക്കുകൾ അതാ ദിവസം പോയില്ലെങ്കിൽ എല്ലാം കൂടി ഒന്നുകൂടി റെഗുലർ ക്ലാസ്സിന് പിന്നെയുണ്ട്. ഇതിൽ വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലായി പോവും. അവസാനം ഒന്നുമില്ലാതെ ഘട്ടമാവരുത്. അപ്പോൾ എല്ലാവരും പഠിച്ചുകൊള്ളാം. ഓക്കെ, ഞാൻ കൂടുതൽ പറയണ്ടെന്ന് എനിക്ക് തോന്നണേ, നിർത്തായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടുള്ള, അല്ലെങ്കിൽ ഞാനൊരു വെബ്സൈറ്റ് അഡ്രസ്സ് മുമ്പ് തന്നിരുന്നു എൻ്റെ ഓർമ്മ. ഈ വെബ്സൈറ്റ് അഡ്രസ്സിൽ ഒരു കോൺടാക്ട് പേജ് ഉണ്ട്. അതിൽ നിങ്ങൾ മെയിലിട്ടാൽ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്താൽ, നിങ്ങളുടെ ക്വറി സബ്മിറ്റ് ചെയ്താൽ എനിക്കത് മെയിലായിട്ട് കിട്ടും. ഞാനത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുവരെ ആരും സംശയങ്ങളൊന്നും ചോദിച്ചു കണ്ടില്ല. സംശയങ്ങളൊന്നുമില്ലെങ്കിലും സംശയങ്ങളൊന്നുമില്ലെങ്കിൽ 2 അർത്ഥമുണ്ട് അതിന്. ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം വളരെ വൃത്തിയായിട്ട് മനസ്സിലായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. കുറേ കാര്യങ്ങൾ മനസ്സിലാവും, കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാവേണ്ടി വരും. അപ്പോൾ സംശയം വരും. അപ്പോൾ സംശയം വന്നില്ലെങ്കിൽ അതൊരു അൺനാച്ചുറൽ സിറ്റുവേഷനാണ്. മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ തയ്യാറാവുക, പഠിച്ചാൽ ദിവസം പഠിച്ചു പോവുക. അടുത്ത ആഴ്ച നമ്മുടെ അസൈൻമെൻറ്റ് ക്വിസ് മോഡലിൽ ഒരു ടെസ്റ്റ് ഞാൻ ഇടും. ഒബ്ജക്റ്റീവ് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഡിസ്ക്രിപ്റ്റീവും പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും ഫോണൊക്കെ ആണെങ്കിൽ. എനിവേ, ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.